ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഉടുപ്പി ടെമ്പിൾ സ്റ്റൈലിലുള്ള ഒരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ടെമ്പിൾ സ്റ്റൈലിലുള്ള ഒരു റെസിപ്പി ചെയ്യുമ്പോൾ ഞാൻ മുന്നും ഒരു 2-3 റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് ടെമ്പിൾ സ്റ്റൈലിൽ. അതിലെപ്പോഴും പറയുന്ന പോലെ തന്നെ ഏതൊരു ടെമ്പിളിലുള്ള പ്രസാദത്തിനും അതിൻ്റേതായ ഒരു ഡിവൈൻ ടേസ്റ്റാണുള്ളത്. നമ്മളതൊന്നും നമ്മളുടേതായ രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടേതായ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്കപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ സ്പെഷ്യൽ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മുരിങ്ങക്കായ, അതിങ്ങനെ നടുകെ പിളർന്നിട്ടില്ല കേട്ടോ, ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ അത് വെച്ചിട്ടുള്ളത്. 2 മുരിങ്ങക്കായ, ഒരല്പം കൊത്തമര, പിന്നെ നമ്മൾ മത്തങ്ങ എടുത്തിട്ടുള്ളത്. മത്തങ്ങ ഇതാ ഞാൻ തോല് കളയാതെ കേട്ടോ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ വലിയ കഷ്ണങ്ങളായി തന്നെ നുറുക്കണം. ഇനി ഇവിടെ ഞാൻ വെള്ളരിക്ക എടുത്തിട്ടില്ല. വെള്ളരിക്ക എടുക്കുകയാണെങ്കിലും ഇതേ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്യുക, എന്നിട്ട് തോല് കളയാതെ കട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ കുറച്ച് 2 ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. സാമ്പാർ പൊടി, ഇതിൻ്റെ സ്പെഷ്യൽ സാമ്പാർ പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ട സ്പൈസസ് ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ കേട്ടോ. ഞാനിപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചുമന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പം കായം പച്ചയ്ക്ക് ഇടുകയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം കായം ഈ സമയത്ത് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഈ ഉലുവയുടെ കൂടെ. ഞാനിപ്പം വറുത്ത് വെച്ച പൊടിയാണ് ചേർക്കുന്നത്, അത് കാരണം കൊണ്ട് ഞാനിപ്പം ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരണം, നല്ല ചുമന്ന കളറിലേക്ക് വരണം. എന്നാൽ തന്നെ ഈ സാമ്പാറിൻ്റെ ആ ടേസ്റ്റ് നന്നായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചുമന്ന് വരട്ടെ. അതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഉലുവ ടീസ്പൂണാണ്, ഇതിപ്പോൾ ഞാൻ ടേബിൾ സ്പൂണിലാണ് ഇട്ടിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉഴുന്ന് പരിപ്പ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം ഇതെല്ലാം മൂപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലി, പച്ചമല്ലി ഉണ്ടല്ലോ, മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മളെ മല്ലി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതാ ഒരു 5 കാശ്മീരി ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 5 നമ്മളെ നോർമൽ വറ്റൽമുളക് ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കിയിട്ടതാണ്, പെട്ടെന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത മുളകും നന്നായി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അതും ഇതിൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ആ കടലപ്പരിപ്പ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കിതിലേക്ക് ഇനി ലാസ്റ്റായിട്ട് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരല്പം വേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഒരല്പം ഒരു തണ്ട് വേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത എല്ലാ മസാലകളും നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ, ഏകദേശം ഒരു 1/2 കപ്പോളം തേങ്ങ ചെരുകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചൂടിൽ തന്നെ ഇതൊന്ന് നമുക്ക് ഇളക്കിയെടുത്താൽ മതി, അല്ലാതെ ഇത് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തേങ്ങ ഇതിപ്പോൾ നിങ്ങൾക്ക് അരയ്ക്കുന്ന സമയത്ത് പച്ചയ്ക്ക് തേങ്ങ അരച്ചാലും മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് ഇളക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് ഈ പാനിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനോടൊപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഈ സമയത്ത് കായം പൊടിച്ച് വെച്ച പൊടി നമ്മൾ ചേർക്കുകയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അതല്ല കായം പച്ചയ്ക്ക് ഇടുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ, അതായത് ഉലുവ പൊട്ടിച്ചതിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് അരയ്ക്കാം. അപ്പോഴേക്കും നമുക്കിനി നമ്മളെ വെജിറ്റബിൾസ് വഴറ്റാം. ഞാനിപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനുള്ള പാത്രമാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ഇതെല്ലാം തന്നെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം.
ഇതോടൊപ്പം 2 തക്കാളി ഞാൻ വലുതായിട്ട് കട്ട് ചെയ്തത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് വേവിക്കാനായിട്ട്. ഇവിടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 പച്ചമുളക്, ഞാനിപ്പോൾ ഇവിടെ ഈ തൊണ്ടൻ മുളക് ഉണ്ടല്ലോ അതാണ് ഇടുന്നത്. പച്ചമുളകായാലും മതി കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കിക്കൂട്ടാം. ഇനി നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ വെവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാം. ഒരുപാട് കഷ്ണങ്ങൾ വെന്തുടഞ്ഞ് പോവണ്ട, ഒന്ന് കടിക്കുന്ന പാകത്തിൽ തന്നെ ആവണം ഇതിൻ്റെ വേവ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതാ, അപ്പം നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇതാ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളും അത് വെന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കോൽപ്പുളി ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. സാമ്പാർ പുളിയാണേ. അത് പുഴിഞ്ഞതും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു 1/2 കപ്പ് പരിപ്പ്, ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഇതിൻ്റെ കൂടെ ഒരുമിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാം. അതൊന്നും കൂടിയും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം ഇനി. അപ്പോൾ നമ്മൾ കഷ്ണത്തിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പരിപ്പ് വേവിക്കുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മളെ കഷ്ണങ്ങളും പരിപ്പും എല്ലാം കൂടി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കര അത്യാവശ്യം വലിയൊരു പീസ് തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ. ഈ സാമ്പാറിൻ്റെ പ്രത്യേകതയും ഇത് തന്നെയാണ്. കുറച്ച് മധുരം കലർന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക. പിന്നെ നമ്മളുടെ സാമ്പാറിൽ, കേരള സാമ്പാറിൽ നമ്മൾ ജീരകമൊന്നും ചേർക്കാറില്ല. അപ്പോൾ ആ ജീരകത്തിൻ്റെ ടേസ്റ്റും ഈ മധുരത്തിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടി ചേർന്നൊരു പ്രത്യേക രീതിയിലുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഉടുപ്പി സ്റ്റൈലിലുള്ള സാമ്പാറിന് കേട്ടോ. കുറച്ച് നമ്മളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയൊരു ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നി മധുരം ചേർക്കുമ്പോൾ എത്രയൊക്കെ പറ്റുമോ മധുരം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ മധുരവും പുളിയും എല്ലാം കൂടി ഇതൊരു പ്രത്യേക കോമ്പിനേഷനിലേക്ക് ഇത് വരും കേട്ടോ. അപ്പോൾ നിങ്ങളിന്ന് ഇത്ര തന്നെ മധുരം ചേർക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായി നമ്മൾ അരപ്പാണ് ചേർക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ഇത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ അരപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് തരിയുള്ള പോലെ തന്നെ അരച്ചാൽ മതി. ഇതിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളം ചേർത്ത് അരച്ചെടുക്കുമോ അല്ലെങ്കിൽ വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കും, ഇങ്ങനെ സാമ്പാർ പൊടി ആക്കിയിട്ട് എടുക്കൂലേ, അങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാനിപ്പം വെള്ളം ഒഴിച്ചിട്ടാണ് അത് അരച്ചെടുത്തത്. ഇനി ഇതൊന്ന് നന്നായി തിളയ്ക്കട്ടെ. ഒരുപാട് നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു മണവും ഒക്കെ പെട്ടെന്ന് നഷ്ടപ്പെടും. അപ്പോൾ അത് കാരണം കൊണ്ട് ഒന്ന് തിള വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇതിലേക്ക് ഇനി വറവിട്ട് കൊടുക്കാം. അപ്പോൾ വറവിടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഒരു 2 വറ്റൽമുളക് ഇട്ടാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇവിടെ മൂത്ത് വന്നപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. നമ്മൾ കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, ആവശ്യത്തിനുള്ള വേപ്പില, പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടേബിൾ സ്പൂൺ തന്നെ അരി, നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരി ഉണ്ടല്ലോ, അതൊന്ന് ഇതിൻ്റെ കൂടെ ചേർക്കുക. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇവിടെ ഇപ്പം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഉടുപ്പി ടെമ്പിൾ സ്റ്റൈലിലുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന സാമ്പാറിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.